യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. മാർ തിമോത്തിയോസ് ഡേ 2025 ഈ ധന്യ നിമിഷത്തിൽ സഹൃദയ സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്നു അമേന്നൂരിലെ ദിവ്യദീപ്തി. പാടുന്നതാണ് 45-ാം സങ്കീർത്തനം. പക്ഷേ ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ജന്മാവസരത്തിൽ ഒരപ്പൻ തന്റെ കുഞ്ഞിനെ എടുത്ത് ഈ ഗീതം ആലപിക്കുമോ? ഇല്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ തന്റെ പ്രഥമജാതന്റെ പിറവി അറിഞ്ഞ ആ പാതിരാവിൽ ഒരു കശീശ പാടിയതാണിത്. ആരാണെന്നല്ലേ? ഒരു യാക്കോബായ പുരോഹിതനുമായിരുന്നു. വാദപ്രതിവാദങ്ങളിൽ അഗ്രേസരൻ, സരസമായി പറഞ്ഞു ഫലിപ്പിക്കുന്ന ശൈലി വല്ലഭൻ. മിഖായേൽ മാർ ദിവന്യാസ്യൂസ് പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച ജേക്കബ് അച്ഛന്റെ പ്രിയ പത്നിയാണ് അന്നമ്മ. കൃപ നിറയുന്ന കുടുംബത്തിന്റെ മറുപേരാണ് ദാമ്പത്യ സൗഭാഗ്യം. അങ്ങനെ മാതൃകാ ദമ്പതികളായിരുന്ന അവർ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു. ഒരു നാൾ യാക്കോബ് കശീശയ്ക്ക് ഒരു സ്വപ്നദർശനം ലഭിച്ചു. പ്രഭാതത്തിലും പ്രദോഷത്തിലും 45-ാം സങ്കീർത്തനം ആലപിക്കുക. നിന്റെ പ്രഥമ ജാതനെ കാണും വരെ അത് തുടരുക. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ യാക്കോബ് കശീശയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ സങ്കീർത്തനം ആലപിച്ച്. അങ്ങനെ ആ സുദിനം വന്നെത്തി. ഫെബ്രുവരി 2 അമേന്നൂരിൽ പൗർണമി ദിനത്തിൽ നമ്മുടെ കഥാപുരുഷൻ മണ്ണിന്റെ പുണ്യമായി. നിങ്ങൾക്കറിയുമോ, അന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകവും കൂടിയുണ്ട്. നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശന ദിനമായ മായൽത്തോ പെരുന്നാളാണെന്ന്. പുണ്യജന്മം, കർത്താവിന് സ്തോത്രം. പിതാമഹനും പിതാമഹിയും ഒന്നിച്ചുദ്ഘോഷിച്ചു. കേരള നാട്ടാചാരപ്രകാരം 28-ാം നാൾ ആറ്റുനോറ്റ് ലഭിച്ച പുത്രനെ വിളിപ്പേരിടുന്ന സാമാന്യ തത്വപ്രകാരം ശോഭാപൂർണൻ അഥവാ പ്രശോഭിതൻ എന്നർത്ഥം വരുന്ന സണ്ണി എന്ന് നാമകരണം ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം അമേന്നൂർ യാക്കോബായ പള്ളിയിൽ വല്ലിപ്പൻ ജോർജിന്റെ പേരിൽ മാമോദിസയും നൽകി. ശുശ്രൂഷകൾക്ക് ശേഷം ജേക്കബ് അച്ഛൻ ഭവനത്തിൽ മടങ്ങിയെത്തുന്നത് വൈകുന്നേരങ്ങളിലാകും. അതുകൊണ്ട് തന്നെ കൊച്ചു സണ്ണിയെ ദേവാലയത്തിൽ
ദേവാലയത്തിലും ആരാധനകളിലും പങ്കെടുപ്പിച്ച് ദൈവവിശ്വാസത്തിൽ വളർത്തിയത് വല്യപ്പനായിരുന്നു. ആ ബാലനാകട്ടെ ഭക്തിയാഭ്യാസങ്ങളിൽ അത്രത്തോളം സാമാന്യ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിവ്യ ആരാധനയിൽ അലസത കൂടാതെ നിൽക്കുവാൻ കൈകൂപ്പി പിടിച്ച ഒരു ബാല്യമായിരുന്നു സണ്ണിച്ചൻ്റേത്. മലങ്കര സഭയിൽ കോളിളക്കവും നടുക്കവും സൃഷ്ടിച്ച ജോസഫ് മാർ സേവ്യറോസ് പിതാവിന്റെ ധീരമായ പുനരൈക്യം സാമൂലത പൗലോസായിരിക്കുന്നു. സഭയെ കുറിച്ചുള്ള മനക്ലേശത്തിലിരുന്ന ജേക്കബ് അച്ഛനെ ഈ പുനരൈക്യം ഏറെ ചിന്തിപ്പിച്ചു. താമസിയാതെ 1940 ജൂൺ 14 തോരാമഴയുടെ മൺസൂൺ കാലം. ജേക്കബ് അച്ഛൻ ഏകാന്ത പതികനായി വേപത്ത് പൂണ്ട ഹൃദയവുമായി ധീരനായ സേനാ നായകനെ പോലെ ചെറുപുഷ്പഗിരി അരമന ചാപ്പലിലെത്തി ദീർഘനേരം പ്രാർത്ഥിച്ചു. വേദപുസ്തകം തൊട്ട് സത്യപ്രതിജ്ഞ ചൊല്ലി തിരുസഭാ മാതാവിന്റെ മടിത്തട്ടിലെത്തി. കുടുംബാംഗങ്ങളും ഇതറിഞ്ഞ് ഗൃഹനാഥനെ അനുഗമിച്ചു. ഇതറിഞ്ഞ ജോസഫ് മാർ സേവ്യറോസ് പിതാവ് സന്തോഷാശ്രുക്കളോടെ ഭവന സന്ദർശനത്തിനെത്തി. സ്വാഗതം സുസ്വാഗതം ഘനസ്വാഗതം സുമസ്വാഗതം സഭാധിപതിക്കു സ്വാഗതം ഗുരുപുണ്യപാദ സ്വാഗതം സ്വാഗതം സുസ്വാഗതം. പിതാവിനെ സാദരം ആനയിച്ച് പീഠത്തിലെത്തി. അപ്പോഴാണ് സണ്ണിച്ചൻ പിതാവിന്റെ അനുഗ്രഹം വാങ്ങാനെത്തിയത്. പിതാവ് ചോദിച്ചു, മകനെ സന്തോഷമാണോ? അതെ പിതാവേ. എങ്കിൽ നാം കൽപ്പിക്കുന്ന ഒരു തീരുമാനം നീ മനസ്സാ വരിക്കുമോ? കൽപ്പിച്ചാലും പിതാവേ. നീ ഒരു പുരോഹിതനായി നമ്മയും നിന്റെ പിതാവിനെയും സഹായിക്കണം. കൽപ്പന പോലെ. പിതാവ് സന്തോഷത്തോടെ ജേക്കബ് അച്ഛനെ നോക്കി പറഞ്ഞു, ജോർജ് കുട്ടിയെ വൈദിക പഠനത്തിനായി ചെറുപുഷ്പഗിരി അരമനയിലെത്തിക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. സുസ്മേരവദനായി ജേക്കബ് അച്ഛൻ സമ്മതം മൂളി. ആ സമ്മതം മലങ്കര കത്തോലിക്ക സഭയുടെ മായാത്ത ചടങ്ങുകളിൽ ഒന്നായി. തിരുപ്പട്ടം സ്വീകരിച്ച ജോർജ് ചൂണ്ടേ ബാലച്ചൻ ആടുകളുടെ മണമറിയുന്ന ഇടയനായി വീണലോകമായി പാർത്ത് മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പറഞ്ഞാൽ ഏറെയുണ്ട്. അച്ഛന്റെ തട്ടകം ദൈവ സാന്നിധ്യത്തിന്റെ തച്ചകമായി. മെത്രാന്മാരുടെ പരിശീലനം അത്യപൂർവ ബഹുമതിക്കുടമയായി. നിങ്ങൾക്കറിയുമോ നമ്മുടെ സ്വന്തം ക്ലീമിസ് കത്തോലിക്ക ബാവായും തോമസ് കൂറുലോസ് പിതാവ്, മാർ യൂലിയോസ് പിതാവ്, ഗീവർഗീസ് മാർ തിവന്യാസ്യോസ് പിതാവ് എന്നിവരുടെ പരിശീലനാകാൻ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. കടൽ തിരയും ആർക്കും കാത്തു നിൽക്കാറില്ല എന്ന പഴമൊഴി അപ്രസക്തമാക്കിക്കൊണ്ട് വൈദിക
മെത്രാൻ സ്ഥാനത്തിന് അർഹനല്ല എന്ന സ്ഥാനം മാറ്റിവെച്ച് വഴിമാറിയ അച്ഛനെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടാം ഊഴം അനുസരണയുടെ പേരിൽ മെത്രാന്റെ സ്ഥാനത്തേക്ക് നിയമിച്ച് ആക്കി. നിന്റെ വാക്കനുസരിച്ച് ഞാൻ ബലയിറക്കാം എന്ന് ഏറ്റെടുത്തുമുണ്ട്. ദൈവഭയമുള്ളവൻ എന്നർത്ഥം വരുന്ന തിമോത്തിയോസ് എന്ന പേരിൽ നമ്മുടെ എല്ലാം സ്വന്തമായി ആ വലയിൽ നിറയെ മത്സ്യത്തെ നിറച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കി ദൈവസന്നിധിയിൽ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അഭിവന്യ ഗീവർഗീസ് മാർ തിമോത്തിയോസ് പിതാവിന്റെ അനുഗ്രഹം പ്രാർത്ഥനയും നമ്മളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ. നമസ്കാരം.